സർവസൃഷ്ടിക്കും മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിക്കപ്പെട്ട മർമ്മമായിരുന്ന ദൈവജ്ഞാനമായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനങ്ങൾ. സകല കാലത്തിനും മുമ്പേ നമുക്ക് നിത്യജീവന്റെ വാഗ്ദത്തം ചെയ്ത ഭോഷ്കില്ലാത്ത ദൈവത്തെ ഞാൻ ഈ രാത്രി വീണ്ടും വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നമുക്കൊരുമിച്ച് നൽകപ്പെടുന്ന കൂട്ടായ്മയുടെ അവസരങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മെ പിന്നെയും സഹായിക്കട്ടെ. നമ്മൾ ഇന്നലെ മുതൽ ചിന്തിക്കുവാൻ തുടങ്ങിയത് വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന അന്തിമ ന്യായവിധിയെക്കുറിച്ചാണ്. അവിടെ നമ്മൾ അതിൻ്റെ പല പേരുകൾ കണ്ടു. പ്രത്യേകിച്ച് അതേപ്പറ്റി പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് വെളിപ്പാട് 20-ന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. റെവലേഷൻ 20:11-15 ആ ഭാഗം നമുക്കൊന്നും കൂടെ വായിച്ചുകൊണ്ട് നമ്മുടെ പഠനം തുടരാം. Then I saw a great white throne and him who was seated on it. Earth and sky fled from his presence, and there was no place for them. And I saw the dead, great and small, standing before the throne, and books were opened. Another book was opened, which is the book of life. The dead were judged according to what they had done, as recorded in the books. The sea gave up the dead that were in it, and death and Hades gave up the dead that were in them, and each person was judged according to what he had done. Then death and Hades were thrown into the lake of fire. The lake of fire is the second death. If anyone's name is not found written in the book of life, he is thrown into the lake of fire. Praise God. വളരെ ഭയാനകമായ ഒരു ചിത്രമാണ് അന്തിമ ന്യായവിധിയുടേതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നമ്മൾ കണ്ടു ഇതിൻ്റെ വിവിധ പേരുകൾ. ഈ വാക്യങ്ങളുടെ തന്നെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനെ വലിയ വെള്ളസിംഹാസന ന്യായവിധി എന്ന് തന്നെ സംബോധന ചെയ്യുന്നു. ദ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്. ഇതിനപ്പുറത്ത് ഇനിയും ഒരു ഹയർ കോർട്ട് ഇല്ല. ഇതിന് മുകളിലുള്ള ഒരു മേൽക്കോടതി വേറെ ഇല്ല. അന്തിമമായ വിധിയാണിത്. ഇവിടെ നിന്നും കൈവിടപ്പെട്ടു പോയാൽ പോയി. നമ്മുടെ ലോകത്തിലെ, നമ്മുടെ ഇന്ത്യയിലെ തന്നെ സുപ്രീം കോടതി കൈവിട്ടാലും വീണ്ടും രാഷ്ട്രപതിയെ അഭയം ചൊല്ലാം. ദയാഹർജി എന്നാണല്ലോ വിളിക്കുന്നത്. ദയാഹർജി. രാഷ്ട്രപതി ഒരിക്കൽ കൈവിട്ടാൽ വീണ്ടും വീണ്ടും പല പ്രാവശ്യങ്ങൾ കൂടെ രാഷ്ട്രപതിക്ക് ദയാഹർജി കൊടുക്കാം. വീണ്ടും വീണ്ടും രാഷ്ട്രപതി കൈവിട്ടാൽ പിന്നെയും സുപ്രീം കോടതിയിൽ പോകാം. ഇങ്ങനെയുള്ള നിയമത്തിന്റെ പഴുതുകൾ പലതുണ്ട്. അതുകൊണ്ടാണ് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പലരും ഇന്നും ജയിലിൽ കിടക്കുന്നത്. പിന്നെ വേണമെങ്കിൽ ലോക കോടതിയിലേക്ക് പോകാം. ലോക കോടതി. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള പല മേൽക്കോടതികളും മേൽ അധികാരികളുടെ വിധികളുമൊക്കെ ഉണ്ട്. നമ്മുടെ കേരളക്കാരുത്തി തന്നെയായ ഒരു പെൺകുട്ടി യമനിൽ മരണശിക്ഷ കാത്തു കിടക്കുന്നത് നമുക്കറിയാം. അവിടുത്തെ സുപ്രീം കോടതിയും സർക്കാരുമൊക്കെ
മരണശിക്ഷ ശരിവെച്ചതിന് ശേഷവും ഒടുവിൽ ഇപ്പോൾ ആ മരിച്ചുപോയ മനുഷ്യന്റെ വീട്ടുകാരുടെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. അതിനുള്ള മരണമണി, ഡെത്ത് മണി, മരണത്തിൻ്റെ പരിഹാരമായി ഒരു തുക അവരാവശ്യപ്പെട്ടത് കൊടുത്താൽ ചിലപ്പോൾ ആ പെൺകുട്ടിക്ക് മോചനമുണ്ട്. ഇപ്പൊ ലോകത്തിലെ വിധികൾക്ക്, കോടതികൾക്ക് ഒക്കെ മേൽക്കോടതികളുടെ വിധികളെ പോലും അസാധുവാക്കുന്ന പല പഴുതുകളും ഉണ്ടെന്ന് അർത്ഥം. എന്നാൽ ഇവിടുത്തെ ഈ മേൽക്കോടതിയുടെ വിധിയെ അസാധുവാക്കുന്ന യാതൊരു സംഗതികളുമില്ല. ഇത് അന്തിമമാണ്, അവസാനത്തേതാണ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ. സ്തോത്രം. നമുക്കറിയാം ന്യായാധിപൻ ആരാണെന്ന്. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു. അതെല്ലാം നമ്മൾ ന്യായവിധിയുടെ തുടക്ക സമയത്ത് തന്നെ കണ്ടതാണ്. ഒന്നും കൂടെ ഓർപ്പിച്ചു വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവം ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. കാരണം അവൻ മനുഷ്യപുത്രനാണ്. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വ സ്വീകാര്യം യേശുവിനെ ന്യായാധിപനാക്കുവാൻ യോഗ്യനാക്കുന്നു, ന്യായാധിപനാകുവാൻ യോഗ്യനാക്കുന്നു. അതുപോലെ യേശുക്രിസ്തു മരിച്ചതും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതും യേശുവിനെ ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും ന്യായവിധിക്കും യോഗ്യനാക്കി തീർക്കുന്നു. സ്തോത്രം. രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായല്ലോ. യേശുവിനെ ന്യായാധിപനാക്കുവാൻ യോഗ്യനാക്കുന്ന രണ്ട് പ്രധാന ഘടകങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അവൻ മനുഷ്യപുത്രനാണ്. അത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്നും വായിച്ചിട്ടുള്ളതാണ്. 5-ന്റെ 22 ഒന്നും കൂടെ ഈ തരുണത്തിൽ വായിച്ചോളൂ. 5:22 ജോൺ. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അവിടെ ന്യായവിധി പുത്രന് കൊടുത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശമാണ് നാം കാണുന്നത്. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ ബഹുമാനിക്കുക. ഇനി 27-ാമത്തെ വാക്യം 27. അവൻ മനുഷ്യപുത്രൻ ആകയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകി. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ന്യായാധിപത്യത്തിനുള്ള പ്രധാന യോഗ്യതകളെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. അതിനകത്ത് കാരണവും ഉദ്ദേശവും കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും എല്ലാവരും ബഹുമാനിക്കുകയാണ്. 2, അവൻ മനുഷ്യപുത്രൻ ആകയാൽ. അതിൻ്റെ കാരണങ്ങൾ നമ്മൾ വിശദീകരിച്ചതാണ്. മനുഷ്യരെ അവരുടെ സകല ബലഹീനതകളും മനസ്സിലാക്കിക്കൊണ്ട് വിധിക്കുന്നതിനുള്ള യോഗ്യത എന്നാണ് അവിടുത്തെ അർത്ഥം. അതുപോലെ രണ്ടാമതൊരു യോഗ്യതയാണ് പറഞ്ഞത്. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ന്യായാധിപനും മരിച്ചവനും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനും ആയിരിക്കണം. അപ്പോസ്തലപ്രവൃത്തികൾ 10-40 മുതൽ 42 വരെ. ആക്ട്സ് 10:40-42. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു, സകല ജനത്തിനുമല്ല
ദൈവം മുമ്പുകൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല ഇടയ്ക്കങ്ങ് മ്യൂട്ടായി പോയല്ലോ, കുഴപ്പമില്ല. അപ്പം ഇവിടെ പത്രോസ് പ്രസംഗിക്കുന്നു. കൊർന്നല്യോസിന്റെ ഭവനത്തിലെ പ്രസംഗ. നമുക്ക് വേണ്ടത് ഇത്രേ ഉള്ളൂ. യേശു മരിച്ചു, 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റു. ഞങ്ങൾക്ക് അവൻ പ്രത്യക്ഷനായി. ഞങ്ങൾ അതിന് സാക്ഷികളാണ്. എന്തിനു വേണ്ടിയാണ് യേശു മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും, അല്ലെങ്കിൽ യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് എന്ത് പ്രത്യേകത? ഇവിടെ പറയുന്നു, ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപൻ ആകേണ്ടതിന്. 2 തിമോത്തിയോസ് 4-ന്റെ 1-ാം വാക്യവും കൂടെ, 2 Timothy 4:1. In the presence of God and of Christ Jesus, who will judge the living and the dead, and in view of his appearing. Who will judge the living and the dead. അവിടെയും യേശു ക്രിസ്തുവിനെ കുറിച്ച് പൗലോസ് പറയുന്നു, ജീവികൾക്കും മരിച്ചവർക്കും. ജീവികൾ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവർ. ഇംഗ്ലീഷിൽ നമ്മൾ കേട്ടല്ലോ, ദ ലിവിങ്. അല്ലാതെ ജീവജന്തുക്കൾ എന്ന അർത്ഥമല്ല, ഒരു ജീവി എന്ന അർത്ഥമല്ല. ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ എന്നാണ് അവിടുത്തെ അർത്ഥം. 1 പത്രോസ് 4-ന്റെ 5-ാമത്തെ വാക്യം, 1 Peter 4:5. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. സ്തോത്രം. എല്ലാം ഒരേ വിഷയമാണ്. ഇവിടെ അപ്പോസ്തല പ്രവൃത്തികളിലും പത്രോസിന്റെ ലേഖനത്തിലും പത്രോസ് സ്ലീഹായും തിമോത്തിയോസിനോടുള്ള ലേഖനത്തിൽ പൗലോസ് സ്ലീഹായും ഇക്കാര്യം പറയുന്നു. ഇന്നലെ നമ്മൾ വായിച്ചതാണ് അപ്പോസ്തല പ്രവൃത്തികൾ 17:31. ഇന്ന് വായിക്കുന്നില്ല, പറയുന്നതേ ഉള്ളൂ. അവിടെയും പൗലോസ് ലോക തത്വജ്ഞാനികളോട്, വേൾഡ് ഫിലോസഫേഴ്സിനോട് പറയുകയാണ്. ആക്ട് 17:31. സ്തോത്രം. യേശു ക്രിസ്തുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതെന്തിന്റെ ഗ്യാരണ്ടിയാണ്? ഒരു ദിവസത്തെ നിശ്ചയിച്ച് സ്തോത്രം. ന്യായവിധി. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ന്യായവിധി ഉണ്ടെന്ന്, അതിന് സമയം നിശ്ചയിച്ചിട്ടുണ്ടെന്ന്, സ്ഥലവും രീതിയും ദിവസവും ന്യായാധിപനെയും ഒക്കെ ദൈവം നിയമിച്ചിട്ടുണ്ട് എന്നതിന് തെളിവായിട്ടാണ് ന്യായാധിപനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചതെന്ന് പൗലോസ് അവിടെ പറയുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാമത്തെ അധ്യായം നമുക്കറിയാം, നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ലോക തത്വചിന്തകന്മാരുടെ ഒരു പ്രത്യേക പ്രദേശമാണത്. അരയോപകക്കുന്ന്, ഏഥൻസ്. ഗ്രീസിലെ ഗ്രീക്ക് ഫിലോസഫേഴ്സ്, തത്വജ്ഞാനികളുടെ, ഗ്രീക്ക് ദാർശനികന്മാരുടെ ഒരു കൂട്ടത്തോടാണ്, സോക്രട്ടീസ് തുടങ്ങിയ തത്വചിന്തകന്മാരുടെ പിന്മുറക്കാരോട്, ഡിസെൻഡൻസിനോടാണ് പൗലോസ് അവിടെ പ്രസംഗിക്കുന്നത്. പൗലോസ് പറയുന്നത്, നിങ്ങളുടെ തത്വചിന്ത കൊണ്ട് ഇതൊന്നും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്ന് കരുതി ദൈവത്തിൻ്റെ സത്യമായ അടിസ്ഥാനത്തിനൊന്നും മാറ്റമില്ല കേട്ടോ.
സ്തോത്രം. ദൈവം അത് തെളിയിച്ചിരിക്കുകയാണ് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ. അപ്പോൾ ന്യായാധിപനെ നമ്മളിവിടെ കണ്ടു. മനുഷ്യനായ, രണ്ട്, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തു തന്നെയാണ് ഇവിടുത്തെ ന്യായാധിപൻ. എല്ലായിടത്തെയും ന്യായാധിപൻ യേശു തന്നെ. എന്നാൽ ഇത് അന്തിമവിധി ആയതുകൊണ്ട് ഒരുത്തൻ അതിലിരിക്കുന്നതും കണ്ടു എന്ന് നമ്മൾ വെളിപ്പാട് 20:11 വായിച്ചത് കൊണ്ട് ആ ഇരുന്നവൻ ആരാണ്, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നവൻ ആരാണ് എന്ന് മാത്രം നമ്മളൊന്ന് നോക്കിയതേ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ വലിയ വെള്ള സിംഹാസന ന്യായവിധി, വലിയ വെള്ള സിംഹാസന ന്യായവിധി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായി, ആർക്കും ഒരു കുറ്റവും പറവാനില്ലാത്തവനായി അവിടെ ന്യായം വിധിക്കുവാനിരിക്കുന്നു എന്നാണ് നമ്മൾ കണ്ടത്. സ്തോത്രം. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് ആ ഭാഗം വിടാം. ദാനിയേൽ പ്രവചനം 7-ാമത്തെ അധ്യായം 13-14 വാക്യങ്ങൾ. Daniel 7:13 and 14. In my vision at night I looked, and there before me was one like a man, like a son of man, coming with the clouds of heaven. He approached the Ancient of Days and was led into his presence. He was given authority, glory, and sovereign power. All peoples, nations, and men of every language worshipped him. His dominion is an everlasting dominion, and that will not pass away. And his Wait. kingdom. Enough. അവിടെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, Daniel saw in a night vision like a son of man. മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവനെ ഇവിടെ ദാനിയേൽ കാണുകയാണ്. സ്തോത്രം. ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. The Ancient of Days, പുരാതനനായവൻ, സനാതനനായവൻ. സ്തോത്രം. നമ്മൾ ഇതൊക്കെ വെച്ചാണ് പാട്ടുമൊക്കെ പാടാറുള്ളത്. സ്തോത്രം. അപ്പം നാം അവിടെ കാണുന്നത് വയോധികൻ, വയസ്സൻ എന്ന അർത്ഥത്തിൽ ചിന്തിക്കരുത്. അവിടെ കാണുന്നത് നിത്യനായവൻ എന്നാണ്. സ്തോത്രം. ഇറ്റേണൽ വൺ, ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്, who was there even before time began, who was there even in the past eternity. സ്തോത്രം. അതാണ് നാം അവിടെ കാണുന്നത്. പിതാവായ ദൈവത്തെയും പുത്രനെയും നാം അവിടെ കാണുകയാണ്. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യം, അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും ആകുന്നു. സ്തോത്രം. അപ്പോ നാം അവിടെ അതിൻ്റെ 8 അല്ലെങ്കിൽ 9-ാമത്തെ വാക്യം കൂടെ വായിച്ചു. As I looked, thrones were set in place, and the Ancient of Days took his seat. His clothing was as white as snow. The hairs of his head was white like wool. His throne was flaming with fire, and his wheels were all ablaze. 10 also. The river of fire was flowing, coming out from before him. Thousands upon thousands attended him. 10,000 times 10,000 stood before him,
The court was seated and the books were opened. The court was seated. The books were open. നമ്മൾ വെളിപ്പാട് 20-ാം അധ്യായത്തിൽ 11 തൊട്ട് 15 വരെ വായിച്ച വാക്യങ്ങളോട് തത്തുല്യമായ ദർശനമാണ് ഇവിടെ ദാനിയേലിന് ലഭിക്കുന്നത്. ഇതൊക്കെ കൊണ്ടാണ് ദാനിയേലിന്റെ പുസ്തകവും വെളിപ്പാട് പുസ്തകവും ഒരുമിച്ച് ചേർത്ത് വെച്ച് പഠിക്കാറുള്ളത്. മനസ്സിലാകുന്നല്ലോ. അപ്പോൾ ഇവിടെയും നാം കാണുന്നത്, സ്തോത്രം, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ they put the thrones, ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായവൻ ഒരുത്തൻ വന്നിരിക്കുന്നു. അവന്റെ വസ്ത്രത്തിന്റെ മുടിയുടെയുമൊക്കെ ചിത്രീകരണം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 13-ാം വാക്യം മുതൽ യേശുക്രിസ്തുവിന്റെ വസ്ത്രത്തോടും മുടിയോടും ആളത്വത്തോടുമൊക്കെ ഒക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്തോത്രം. ന്യായവിസ്താര സഭ ഇരുന്നു. അവിടെയാണ് വിശുദ്ധന്മാരും ഉള്ളത്. ന്യായവിസ്താര സഭ, ന്യായവിസ്താര സഭ. സ്തോത്രം. The courts. ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്നത് ക്രിസ്തുവാണ്. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ വിശുദ്ധന്മാരുടെ പ്രതിഫല വിഭജനത്തിൽ ചില വിശുദ്ധന്മാർക്ക് ക്രിസ്തുവിനോട് കൂടെ ഈ ന്യായവിധികളിലൊക്കെ പങ്കെടുക്കുവാൻ അധികാരം ലഭിക്കും. കർത്താവ് വാഗ്ദത്തങ്ങളായി നമുക്ക് തന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഇതിനു മുമ്പ് കാണുകയുണ്ടായല്ലോ. അതുകൊണ്ട് ആ ഭാഗങ്ങളിലേക്ക് തിരിച്ചു പോകുന്നില്ല. അങ്ങനെ ന്യായവിസ്താര സഭ, ത്രോൺസ്, സിംഹാസനങ്ങൾ വെച്ചു, അല്ലെങ്കിൽ ന്യായാസനങ്ങൾ വെച്ചു. അതുപോലെ സ്തോത്രം, ന്യായവിസ്താര സഭയും ഇരുന്നു. കണ്ടോ, 10-ാമത്തെ വാക്യത്തിൽ ഒരു അഗ്നിനദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി. സ്തോത്രം. A fiery river flows from his presence. 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു. അത് ന്യായവിധിക്ക് അധികാരം പ്രതിഫല വിഭജനത്തിൽ ലഭിച്ച വിശുദ്ധന്മാരാകാം. സ്തോത്രം. അങ്ങനെ നാമും അത് തന്നെയാണ് നാം വെളിപ്പാട് 20-ന്റെ 4-ാം വാക്യത്തിലും കണ്ടത്. അവർക്ക്, അതായത് 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർക്ക് ന്യായവിധിക്കുള്ള അധികാരം ലഭിച്ചു. അതാണ് ഇവിടെയും നാം കാണുന്നത്. സ്തോത്രം. അപ്പോൾ ഇങ്ങനെ ന്യായാധിപനെ നമുക്കിവിടെ നിന്നും കാണുവാൻ സാധിക്കും. ന്യായാധിപന്റെ സഹായികളായി ഉള്ള വിശുദ്ധന്മാരെയും. ഈ ന്യായാധിപന് സഹായമൊന്നും ആവശ്യമില്ല ആരുടെ. പക്ഷേ ഈ ന്യായാധിപൻ അങ്ങ് പ്രസാദമായി മനുഷ്യരായ നമ്മിൽ ചിലർക്ക് കർത്താവിനോടുകൂടെ ഈ വലിയ ന്യായവിധിയിലും രാജത്വത്തിലും പങ്കു നൽകുവാൻ. സ്തോത്രം. കർത്താവിന് ആവശ്യമുണ്ടായിട്ടല്ല. നമ്മൾ നേരത്തെ പഠിച്ചതാണ് പണ്ടത്തെ ക്ലാസ്സുകളിലും. നമ്മുടെ ദൈവം എന്തെങ്കിലും ആവശ്യങ്ങളുള്ള ഒരു ദൈവം അല്ല. Our God is not a God who is in want. Our God is a God who doesn't need anything. Our God has no requirements or necessities. നമ്മുടെ ദൈവം എന്തിനെങ്കിലും മുട്ടുള്ള, ആവശ്യമുള്ള, കുറവുള്ള ഒരു ദൈവം അല്ല. സ്തോത്രം.
അന്നായിരുന്നു നമ്മൾ പഠിച്ചത്, നമ്മുടെ ദൈവത്തിന് നമ്മുടെ ആവശ്യമുണ്ടോ? സംശയമായി. നമ്മുടെ ആവശ്യമുണ്ടോ? മനുഷ്യന്റെ ആവശ്യം ദൈവത്തിനുണ്ടോ? ഇല്ല. ഇല്ല. നമ്മുടെ ആരാധനയുടെ ആവശ്യം ദൈവത്തിനുണ്ടോ? ഇല്ല. ഇല്ല. നമ്മുടെ സ്തുതിയുടെ, സ്തോത്രത്തിന്റെ, മഹത്വത്തിന്റെ, ആരാധനയുടെ, പാട്ടിന്റെ, സ്തോത്രകാഴ്ചയുടെ, ദശാംശത്തിന്റെ, ശുശ്രൂഷകളുടെ യാതൊരു ആവശ്യവും ബൈബിളിലെ ദൈവത്തിനില്ല, വേദപുസ്തകത്തിലെ ദൈവത്തിനില്ല, അല്ലെങ്കിൽ സത്യദൈവത്തിനില്ല. നമ്മൾ വായിച്ചിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ ഒന്ന് വായിച്ചും വിട്ടേക്കാം. മുമ്പേ നമ്മൾ പറഞ്ഞ പൗലോസ് അപ്പോസ്തലൻ ലോക തത്വചിന്തകന്മാരോട്, വേൾഡ് ഫിലോസഫേഴ്സിനോട്, അല്ലെങ്കിൽ വേൾഡ് ഫിലോസഫിക്കൽ ക്യാപിറ്റലിൽ നിന്നുകൊണ്ട്, ലോക തത്വചിന്തയുടെ തലസ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രസംഗിച്ച പ്രസംഗത്തിൽ, അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യം, 17:25. And he is not served by human hands as if he needed anything, because he himself, As he needed anything, because he himself gives all men life and breath and everything else. praise God. മലയാളം കൂടെ വായിച്ചോളൂ. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവൻ ആകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. സ്തോത്രം. വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. Neither is he served by human hands as though he lacked anything, for it is he himself who gives life and breath and all things to all people. എല്ലാവർക്കും എല്ലാം ജീവശ്വാസം ഉൾപ്പെടെ ഉള്ളത് കൊടുക്കുന്നത് ഈ ദൈവമാണ്. അതുകൊണ്ട് ഈ ദൈവത്തിന് യാതൊന്നിൻ്റെയും ആവശ്യമില്ല. നമ്മൾ പറയും, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. തിരിച്ചും കൂടെ ഒരു കാര്യം പറയാം, യഹോവ എൻ്റെ ദൈവമാകുന്നു, അതുകൊണ്ട് ആ ദൈവത്തിന് ഒരു മുട്ടുമില്ല. യഹോവയായ ദൈവത്തിന് ഒരു മുട്ടെന്ന് പറഞ്ഞാൽ നീഡ്, ആവശ്യവുമില്ല. പക്ഷേ അങ്ങനെ യാതൊന്നിൻ്റെയും ആവശ്യമില്ലാത്ത, എന്തിനു വേണ്ടി ആവശ്യമില്ലെന്നാ? ഫോർ ഹിസ് സർവൈവൽ. God doesn't need anyone or anything for his existence, for his survival, for attaining his purposes, for any sort of help to fulfill his wish and will and purpose. ഒന്നിൻ്റെയും ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അസ്തിത്വത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, ദൈവത്തിൻ്റെ ഉദ്ദേശപ്രാപ്തിക്ക് വേണ്ടി
ദൈവത്തിന് ആരുടെയും ഒന്നിൻ്റെയും ആവശ്യമില്ലാത്തവനാണ്. നമ്മൾ ആരാധിക്കുന്നത് കൊണ്ടാണോ ദൈവം ദൈവമായിരിക്കുന്നത്? ഒരിക്കലും അല്ല. നമ്മൾ കുറെ ആൾക്കാർ ചേർന്ന് ദൈവമേ എന്നും പറഞ്ഞ് ദൈവത്തെ ദൈവമാക്കിയത് കൊണ്ട് ദൈവം ദൈവമായിരിക്കുകയാണോ? അല്ല. We address him God because we acknowledge him as God and him alone. We worship him not to make him God, but acknowledging that he alone is worthy of worship. നാം ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തെ ദൈവമാക്കാനൊന്നുമല്ല. പകരം നമ്മുടെ ദൈവം മാത്രം ആരാധനയ്ക്ക് യോഗ്യനെന്ന തിരിച്ചറിവ് കൊണ്ടാണ് നാം നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്നത്. സ്തോത്രം. അങ്ങനെ മാനുഷ്യ കൈകളാൽ യാതൊരു ശുശ്രൂഷയും ആവശ്യമില്ലാത്ത, ഒന്നിനും മുട്ടില്ലാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ന്യായവിധിയിലും നമ്മുടെ സഹായമൊന്നും ഈ ദൈവത്തിന് ആവശ്യമില്ല. പക്ഷേ ഇവിടെയെല്ലാം ദൈവം നമ്മെ തൻ്റെ കൂടെ കൂട്ടുന്നുണ്ട്. ചോദിച്ചാൽ കർത്താവ് എന്താ പറയുന്നത്? It pleased me. Yes, of course. It's my pleasure. ദൈവത്തിന് അങ്ങനെ അങ്ങ് പ്രസാദമായി. സ്തോത്രം. It was, or all these things are in his good pleasure. ദൈവത്തിൻ്റെ പ്രസാദത്തിൽ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ അങ്ങ് ദൈവം ചെയ്യുന്നേ ഉള്ളൂ. സ്തോത്രം. ദൈവത്തിന് അങ്ങനെ പ്രസാദമായി. സ്തോത്രം. നമുക്കറിയാമല്ലോ, നമ്മുടെ കർത്താവ് ഏറെ സന്തോഷിച്ച ചില സന്ദർഭങ്ങൾ, കർത്താവ് കരഞ്ഞ സന്ദർഭങ്ങളുണ്ട്, നമ്മുടെ കർത്താവ് ആനന്ദിച്ച സന്ദർഭങ്ങളുണ്ട്, നമ്മുടെ കർത്താവ് ആശ്ചര്യപ്പെട്ട സന്ദർഭങ്ങളുണ്ട്. അതിൽ കർത്താവ് ആനന്ദിച്ച, വളരെ സന്തോഷിച്ച ഒരു സന്ദർഭം കേട്ടില്ല. കുരിശ് അല്ല, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചത് 10:21 ലൂക്കോസ്, ലൂക്ക് 10:21. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ. സ്തോത്രം. ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിലും 4 മുതലുള്ള വാക്യങ്ങളിൽ പലയിടത്തും ആ കാര്യം പൗലോസ് പിന്നെയും പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രസാദം നമ്മെ സൃഷ്ടിക്കാനും നമ്മോട് കൂട്ടായ്മ ആചരിക്കാനും നമ്മെ സ്നേഹിക്കാനും ഒക്കെ ദൈവത്തിനങ്ങ് ഇഷ്ടം തോന്നിയെന്നേ ഉള്ളൂ, പ്രസാദം തോന്നിയെന്നേ ഉള്ളൂ. യേശു കർത്താവ് പറയാ, അതേ പിതാവേ,
നിനക്ക് ഇങ്ങനെ പ്രസാദമായല്ലോ. ഇതേ ഉള്ളൂ നമുക്ക് പറയാൻ. ഇറ്റ് വാസ് പ്ലീസ് ടു യു. ഇറ്റ് ഈസ് ഗാഡ്സ് പ്ലഷർ. പൗലോസ് എഫേസ്യരിൽ പറയുന്നത് ഇൻ ഹിസ് ഗുഡ് പ്ലഷർ എന്ന്, തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം. ഒന്ന് വ്യാഖ്യാനിക്കാൻ ഒക്കാത്തതുപോലെ ഇങ്ങനെ നിറഞ്ഞ് പരന്ന് കിടക്കുന്ന അർത്ഥഗാംഭീര്യമുള്ള സംഗതികളാണ്. സ്തോത്രം. നമുക്കതൊക്കെ ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം ഉണ്ടായെങ്കിലേ പറ്റും. അതൊക്കെ നമ്മുടെ ഉള്ളം തുറന്ന് കർത്താവ് അകത്തോട്ടങ്ങിടണം, എങ്കിലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഈ ന്യായവിധിയിലും. നമ്മൾ ദാനിയേലിൽ കണ്ടു, ന്യായവിസ്താര സഭ. സഭ എന്ന് പറഞ്ഞാൽ പലർ, കോഡ്സ് വെയർ സെറ്റ്. അപ്പോൾ പല ജൂറികൾ ഉൾപ്പെടെ മുഖ്യ ന്യായാധിപനോടൊപ്പം അവന് സഹായം ആവശ്യമില്ലെങ്കിലും, സ്തോത്രം, അങ്ങനെ അങ്ങ് പ്രസാദമാകുന്നു. ഇപ്പൊ ന്യായാധിപനെയും ന്യായാധിപ സഭയെയും ഒക്കെ നമ്മൾ കണ്ടല്ലോ. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം വേണമോ? ഒന്നുമില്ലെങ്കിൽ അടുത്തത് സബ്ജക്ട്സ്. ആരെയാണ് വിധിക്കുന്നത്? വിധിക്കപ്പെടുന്നവർ. who are judged, the subjects. ഇതിനു മുമ്പുള്ള ന്യായവിധികളിൽ നമ്മൾ പലയിടത്തും കണ്ടു കഴിഞ്ഞു, ലോകത്തിലെ ദൈവങ്ങൾ ഉൾപ്പെടെ. അതോടുവിൽ ഞാൻ ഒന്നും കൂടെ ക്രോഡീകരിക്കാം. ലോകത്തിലെ ദൈവങ്ങൾ ഉൾപ്പെടെ ഉള്ളവരൊക്കെ ന്യായം വിധിക്കപ്പെടും. ഇവിടെ നമ്മൾ പ്രധാനമായും കാണുന്നത് 20-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഒന്നും കൂടെ വായിച്ചോളൂ. 20:12. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഈ വാക്യങ്ങളിലെല്ലാം നാം കാണുന്നത് ക്രോഡീകരിച്ചാൽ ന്യായവിധി ഇവിടെ നടക്കുന്നത് മരിച്ചവരുടേതാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, മരിച്ചിട്ട് ഈ ന്യായാധിപൻ ന്യായവിധിക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിച്ച് തൻ്റെ മുമ്പിൽ നിർത്തിയിരിക്കുന്ന മനുഷ്യരുടേതാണ്. ഇപ്പൊ 2-3 അതിനെ വിഭജിച്ച് വേണമെങ്കിൽ പറയാം. ഈ ന്യായവിധി മനുഷ്യരുടേതാണ്. ഇറ്റ്സ് ഹ്യൂമൻ ബീയിങ്സ്, ദ സബ്ജക്ട്സ്, ദോസ് ഹു ആർ ജഡ്ജ്ഡ്, they are the human beings. Second, they are the dead. മരിച്ചവരാണ്. ജീവനോട് ഇരുന്ന ആരും ഈ കൂട്ടത്തിലില്ല. എല്ലാവരും മരിച്ചിരുന്നവരാണ്. 3, the resurrected ones, മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കപ്പെട്ടവർ.
മരിച്ചവരായിരുന്നു. പക്ഷേ എന്ത് ചെയ്തു? അവരെ എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ട് നിർത്തി. ഈ ന്യായവിധിയുടെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ ഇതിന് ശേഷം പഠിക്കുന്നുണ്ട്. അന്നേരം പറയുന്ന ഒരു കാര്യം ഇപ്പോൾ എടുത്തു പറയുന്നു. ഈ ന്യായവിധിയുടെ ഒരു പ്രത്യേകതയാണ്, മരിച്ചാൽ ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നില്ല. ഇവിടെ ലോകത്തിലെ എത്ര ഘോരമായ തെറ്റ് ചെയ്ത് പിടിക്കപ്പെട്ട് തെളിയിക്കപ്പെട്ട കുറ്റവാളിയും എത്ര കഠിനമായ ശിക്ഷയും വിധിക്കപ്പെട്ട കുറ്റവാളിയും അവന്റെ ശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് മരിച്ചാൽ ഫയൽ ക്ലോസ്, അവന്റെ മരണത്തോടുകൂടെ അവന്റെ കേസ് ഫയൽ അടയ്ക്കും. തീർന്നു. പിന്നെ വിസ്താരവും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ ലോകരാജ്യങ്ങളൊക്കെ പല ഭീകരവാദികളെയും ജീവനോടെ പിടിക്കാൻ ശ്രമിക്കുന്നത്. അവരെ കൊല്ലുന്നതിലല്ല രാഷ്ട്രങ്ങൾക്ക് താല്പര്യം, അവരെ ജീവനോടെ പിടിക്കുന്നതില്ല. ജയിലിൽ അടച്ചിരിക്കുന്ന കുറ്റവാളികൾ ആത്മഹത്യ ചെയ്യാൻ സർക്കാരോ കോടതികളോ അനുവദിക്കത്തില്ല. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ കൂട്ടക്കൊലപ്രതിയായ അഫാൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യക്ക് ശ്രമിച്ചു. സീരിയസ് ആയിട്ട് വെന്റിലേറ്ററിലാണെന്നൊക്കെ വാർത്ത കാണുന്നു. എന്നാൽ കുറ്റവാളികളൊക്കെ അങ്ങ് ആത്മഹത്യ ചെയ്യട്ടെന്ന് വിചാരിച്ച പോരെ? ഇല്ല, പറ്റത്തില്ല. അവരെ വിസ്തരിക്കണം, അവരെ വിധിക്കണം, വിധി നടപ്പാക്കണം. പക്ഷേ പലരും LTT എന്ന ഭീകര സംഘടനയുടെ നേതാവായിരുന്ന പ്രഭാകരൻ ഉൾപ്പെടെ LTTയിലെ പല ഭീകരന്മാരും സയനൈഡ് ഗുളികകൾ കൊണ്ടാണ് നടന്നിരുന്നത്. പിടിക്കപ്പെടും എന്ന് വരുമ്പോൾ അവർ ഗുളിക വിഴുങ്ങും. ചത്താലും വേണ്ടില്ല, പിടികൊടുക്കരുത്. അതോടുകൂടി അവരുടെ ഫയൽ അടച്ചു. എന്നാൽ ഈ വിധിയുടെ പ്രത്യേകത, ഇവിടുത്തെ ന്യായാധിപൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനാണ്. അതുകൊണ്ട് കുറ്റവാളികളുടെ മരണവും ന്യായവിധിയിൽ നിന്ന് അവരെ ഒഴിവാക്കുന്നില്ല. അതുകൊണ്ട് മരിച്ചുപോയ കുറ്റവാളികളെ പോലും, എല്ലാവരും തന്നെ മരിച്ചവരാണ് ഇവിടെ, എന്നാൽ അവരിൽ ഒരാളെ പോലും വിടാതെ എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിച്ച് തൻ്റെ മുമ്പിൽ വരുത്തി ഓരോരുത്തനും അവനവന്റെ ജീവിതത്തിന് തക്കതുപോലെ ന്യായം വിധിക്കുന്ന ഒരു വിശേഷപ്പെട്ട ന്യായാധിപനാണ് ഇവിടെ വിധി നടപ്പാക്കുന്നത്. അപ്പോൾ മനുഷ്യരാണ് ഇവിടുത്തെ കുറ്റവാളികൾ അല്ലെങ്കിൽ വിധിക്കപ്പെടുന്നത്. അവരെല്ലാവരും തന്നെ മരിച്ചുപോയവരാണ്. പക്ഷേ അവരെ എല്ലാവരെയും വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ച് ന്യായവിസ്താര സഭയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അതാണ് നാം കണ്ടത്. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ, പാതാളം തങ്ങളിലുള്ള മരിച്ചവരെ എന്ന് വെച്ചാൽ ആരെല്ലാം എവിടെയെല്ലാം കിടന്ന് മരിച്ചോ, മരിച്ചവരെ എവിടെയെല്ലാം അടക്കം ചെയ്തോ, അവിടെയെല്ലാം നിന്ന് ഈ മരിച്ചവരുടെ ശരീരാത്മദേഹികളെ ഈ ന്യായാധിപൻ വീണ്ടും വിളിച്ചു ചേർക്കുന്നു എന്നാണ് അർത്ഥം. സമുദ്രത്തിൽ അല്ല, അതിനെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഭാഷയിലൊക്കെ ഇങ്ങനെയും കൂടെ പറയാം. സമുദ്രത്തിൽ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ. ചിലർ വെള്ളത്തിൽ മരിച്ചവരുണ്ട്,
ചിലരെ നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ തന്നെ മനസ്സിലാക്കാമല്ലോ. ചിലരെയൊക്കെ മരിച്ചു കഴിഞ്ഞ് വെള്ളത്തിലേക്ക് വലിച്ചെറിയുന്നു. നമ്മുടെ ഇന്ത്യയിലുള്ള കാര്യം നമുക്കറിയാം. ചിലരെയാണെങ്കിൽ മുഴുവനെ ശവത്തോടെ വെള്ളത്തിലേക്ക് ഒഴുക്കുകയാണ്. ചിലരെ അഗ്നിക്കിരയാക്കുകയാണ്. ചിലരെയൊക്കെ കുറെ കത്തിച്ചിട്ട് ബാക്കി ശരീരം വെള്ളത്തിലേക്ക് ഒഴുക്കി വിടുന്നു. ചിലരെ മണ്ണിൽ അടക്കുന്നു. ചിലരെ പക്ഷികൾക്ക് ആഹാരമായിട്ട് കൊടുക്കുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള ശവസംസ്കാര ചടങ്ങുകൾ നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളിലുണ്ട്, പല മതങ്ങളിലുണ്ട്. അങ്ങനെ വെള്ളത്തിൽ നിന്നായാലും കരയിൽ നിന്നായാലും തീയിൽ നിന്നായാലും എവിടെ നിന്നായാലും ഈ മരിച്ചവരെ മുഴുവനും ഈ ന്യായാധിപൻ ശരീരത്തോടെ, ആത്മദേഹികളോടെ, അതുകൊണ്ട് ശരീരാത്മദേഹികളോടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് തൻ്റെ മുമ്പിൽ നിർത്തി ന്യായം വിധിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് മരണം കൊണ്ടുപോലും ഈ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയില്ല എന്ന് അർത്ഥം. സ്തോത്രം. മരണം കൊണ്ടുപോലും ന്യായവിധിയിൽ നിന്ന് രക്ഷയില്ല. സ്തോത്രം. നാം അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ സകല മരിച്ചവരും ഉയർത്തെഴുന്നേൽക്കുന്നു. സകല മരിച്ചവരും. ആബാലവൃദ്ധം എന്ന പ്രയോഗം കൊണ്ട് എല്ലാവരും എന്നർത്ഥമാണ്. ആബാലവൃദ്ധം, ബാലന്മാർ തുടങ്ങി വൃദ്ധന്മാർ വരെ. മേ നോട്ട് ബി ഇൻഫൻസ്, ശിശുക്കൾ ഈ കൂട്ടത്തിൽ കാണില്ല. ശിശുക്കൾ എന്നത് കേവലം പ്രായം കൊണ്ട് മാത്രം നാം അളക്കരുത്. ഇൻഫൻസ് or infancy here is not measured only on the basis of age, but on the basis of their intellect too. അവരുടെ ബുദ്ധി വികാസം അല്ലെങ്കിൽ ബുദ്ധി വളർച്ച കൊണ്ടും കൂടെ നമ്മൾ ഇവിടെ ശിശുക്കൾ എന്നത് വിവക്ഷിക്കണം. നമുക്കറിയാമല്ലോ, പല കുഞ്ഞുങ്ങളും അവര് പ്രായം കഴിഞ്ഞു, 20, മെന്റലി റിട്ടാർഡഡ് വൺസ്, 20, 25, ചിലപ്പോൾ 40 ഒക്കെ വയസ്സായ ബുദ്ധി വളർച്ചയില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. ശരീരം ഒരുപക്ഷെ വളർന്നു കാണും, ശരീരത്തിലൊക്കെ അവർ വളരെ ആരോഗ്യവാന്മാരുമായിരിക്കും. ചിലരാണെങ്കിൽ സംസാരിക്കത്തില്ല, ചിലർക്കാണെങ്കിൽ കേൾവിയുമില്ല, സംസാരശേഷിയില്ല, ചിലർക്കാണെങ്കിൽ കാഴ്ചശക്തിയില്ല. സ്വന്തം അപ്പനെയും അമ്മയും പോലും അപ്പനും അമ്മയാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല. പിന്നെ അടുത്ത് സഹകരിക്കുന്നത് കൊണ്ട് അവരോട് സഹകരിക്കുന്നുവെന്ന് മാത്രം. അപ്പം അതല്ലാതെ ആരാ എന്താണെന്നൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത, ബുദ്ധിവികാസമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. അവരെയും കൂടെ നമുക്ക് ശിശുക്കൾ എന്ന തലത്തിൽ ഉൾപ്പെടുത്തണം. മറ്റു ചിലർ പ്രായത്തിൽ കുറഞ്ഞവരാണെങ്കിലും ബുദ്ധിപരമായി നന്മതിന്മകളെ തിരിച്ചറിയാൻ പ്രായമായവരുണ്ട്. ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ 10 വയസ്സ് പോലും തികയുന്നതിന് മുമ്പ് പാപബോധമുണ്ടായി മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടവരുണ്ടാകാം. പ്രായം അതിൽ വിഷയമല്ല. ബൗദ്ധികവും മാനസികവും വൈകാരികവുമായ ഒരവസ്ഥയാണത്. അതുകൊണ്ട് these
this group may not have infants in them. ആ അർത്ഥത്തിൽ കുഞ്ഞുങ്ങൾ, ശിശുക്കൾ ഈ കൂട്ടത്തിൽ കാണില്ല. ആബാലവൃദ്ധം എന്നതുകൊണ്ട് അവിടെ പ്രായം അല്ല, സകലമാന മരിച്ചവരും എന്നർത്ഥമാണ് അവിടെ. ഇതാണ് ഇവിടുത്തെ ആരുടെ ന്യായവിധി എന്നതിന് നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യം. ആരൊക്കെ വിധിക്കപ്പെടും എന്നതിനുള്ള ഉത്തരം. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഉൽപ്രാവണ സമയത്ത്, അല്ലെങ്കിൽ ഉൽപ്രാവണം, റാപ്ചർ കഴിഞ്ഞ ആ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ, ശിശുക്കളില്ലാത്ത ഒരു കാലഘട്ടമായിരിക്കും അത് എന്ന് പറയപ്പെടുന്നത്. ജാതി മത വ്യത്യാസം ഇല്ലാതെ ശിശുക്കളെല്ലാവരും യേശുക്രിസ്തുവിൻ്റെ കാൽവറി യാഗം നിമിത്തം ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുന്ന ഒരവസ്ഥ. അതുകൊണ്ടാണ് നമ്മൾ ശിശുസ്നാനം നടത്താത്തത്. സാമുദായിക സഭകൾ ശിശുസ്നാനം നടത്തുന്നത് അവർ മരിച്ചാൽ സ്വർഗത്തിൽ പോകണം എന്ന ആഗ്രഹം കൊണ്ടാണ്. നാം അതിന് മുതിരാത്തത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം ആദാമ്യ പാപത്തിന് പരിഹാരം വരുത്തി. ഒരുവൻ സ്വന്തം ബുദ്ധിയാൽ അത് തിരിച്ചറിഞ്ഞ് കൊള്ളാനോ തള്ളാനോ, ടു റിജക്ട് ഓർ റിസീവ്, കൊള്ളാനോ തള്ളാനോ പ്രാപ്തിയായി പർപ്പസ്ലി, വോളണ്ടിയർലി, ഡെലിബറേറ്റ്ലി, മനഃപൂർവം യേശുവിനെ വേണ്ടെന്ന് വെക്കാനോ സ്വീകരിക്കുവാനോ പ്രായമാകുന്നതുവരെ, അല്ലെങ്കിൽ പ്രായമെന്നല്ല, പ്രാപ്തി, എബിലിറ്റി, പ്രാപ്തിയാകുന്നതുവരെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ എല്ലാവർക്കും ലഭ്യമായ ആദാമ്യ പാപത്തിൽ നിന്നുള്ള മോചനം ലഭ്യമാണ്. എന്നാൽ അത് തിരിച്ചറിഞ്ഞിട്ട് വേണ്ട എന്ന് വെച്ച് ഒരുവൻ പോയാൽ പിന്നെ അവനതിന് ഉത്തരവാദിയാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വ്യക്തിപരമായി യേശുക്രിസ്തുവിൻ്റെ ആ പരമയാഗത്തെ ഉൾക്കൊള്ളേണ്ടതായി, വിശ്വസിക്കേണ്ടതായി, സ്വീകരിക്കേണ്ടതായി വരും. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ ശിശുക്കളില്ല എന്നർത്ഥം. ഉൽപ്രാവണ സമയം, ഉൽപ്രാവണം കഴിഞ്ഞുള്ള ആ ഒരു പ്രത്യേക കാലഘട്ടം ശിശുക്കളില്ലാത്ത കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും ഇതുകൊണ്ടാണ്. അപ്പോൾ ഉൽപ്രാവണ സമയത്ത് എല്ലാ ശിശുക്കളും രൂപാന്തരപ്പെടുമോ? അതെ. ജന്മപാപം എന്ന് വിളിക്കപ്പെടുന്ന ആ പാപം യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ പരിഹരിക്കപ്പെട്ടു. ജന്മപാപം എന്ന് മനസ്സിലാക്കുന്നത് ചിലർ കരുതുന്നത് തെറ്റായിട്ടാണ്. മാതാപിതാക്കൾ തമ്മിലുള്ള ശാരീരിക ബന്ധം പാപം, ആ പാപം നിമിത്തമുണ്ടായ ജനനം എന്ന നിലയിലാണ് ജന്മപാപത്തെ ചിലർ കാണുന്നത്. അതല്ല ജന്മപാപം. 51 സങ്കീർത്തനത്തിലും ദാവീദ് പറയുന്നു, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. പലരും അതിനെപ്പറ്റി ചിന്തിക്കുന്നത് ദാവീദിന്റെ മാതാപിതാക്കളുടെ ശാരീരിക ബന്ധത്താൽ ദാവീദ് ജനിച്ചു. നാം എല്ലാവരും അങ്ങനെ തന്നെയാണ്. ആ ഒരു വൈവാഹിക ജീവിതം
ഭാര്യാഭർത്താക്കന്മാരുടെ ശാരീരിക അടുപ്പമാണ് പാപം എന്ന നിലയിൽ അല്ല, അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ആദാമ്യവർഗത്തിൽ ജനിച്ചതുകൊണ്ട് ഞാൻ പാപിയായി ജനിച്ചു എന്നാണ് ദാവീദ് അർത്ഥമാക്കുന്നത്. അതാണ് സത്യത്തിൽ ജന്മപാപം എന്ന് പറയുന്നത്. This is original sin or janmapapam. We are born in sin. പക്ഷേ ആ ആദാമ്യ പാപത്തിന് യേശു എന്ത് ചെയ്തു? ക്രൂശിൽ പരിഹാരം വരുത്തി. അതാണ് യേശു ക്രിസ്തു ക്രൂശിൽ പാപത്തിന് പരിഹാരം വരുത്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ മനഃപൂർവം വിശ്വസിച്ച് സ്വീകരിക്കുവാനോ തള്ളുവാനോ പ്രാപ്തിയാകുന്നതുവരെ യേശുക്രിസ്തുവിന്റെ ആ ക്രൂശ് മരണത്തിന്റെ ഫലം എല്ലാ ശിശുക്കൾക്കും, എല്ലാ മനുഷ്യർക്കും എന്ന് പറഞ്ഞാൽ ആ പ്രാപ്തിയാകുന്നത് വരെയുള്ള ശിശുക്കൾക്കെല്ലാം അങ്ങനെ തന്നെയാണ്. All of us are born sinners. That's why David says in Psalms 51, my mother gave birth to me in sin, or I am born in sin. That is not the physical activity of our parents, but instead we are born in sin because we are born in Adam's lineage. But Jesus, when died on the cross, he made a remedy for that original sin. And therefore, everyone born now are in effect of the cross, until that born child is grown into an intellectual maturity, either to reject or to receive the cross, the effect of the cross, the result of the cross. And therefore, until that particular mental age or ability, every child, every human child, infant, everyone is free from Adamic sin. That means not the nature of sin, but the effect of sin. Because Jesus' cross effectuates in their lives. But once a person is grown to that maturity, God demands that person to voluntarily accept that crucifixion of the Son of God, that it was on behalf of me and it was for my sins. Then only that will be activated in him. But if that person is not grown into that level, that is by default activates in that particular person. വ്യക്തമാണോ? അങ്ങനെയുള്ളവർ ഈ ലോകത്തിൽ ജാതിമതഭേദമൊന്നുമില്ലാതെ തന്നെ രക്ഷപ്പെടുമല്ലോ. അതെ, ഏത് മതത്തിലും ഏത് വിശ്വാസത്തിലും ഒക്കെ ആണെങ്കിലും ഇത് ശിശുക്കൾ, മനുഷ്യജാതി എന്ന നിലയിൽ മാത്രമേ ദൈവം അവരെ കാണുന്നുള്ളൂ. ഏതാണ്ട് 4-ാം നൂറ്റാണ്ട് വരെ ക്രൈസ്തവ സഭയ്ക്ക് ഇതായിരുന്നു വിശ്വാസം. അതിനുശേഷം ചില
ക്രൈസ്തവ വിഭാഗങ്ങൾ ജന്മപാപമുണ്ട്, അതിന് മാമോദീസ വേണം, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മരിച്ചാൽ സ്വർഗത്തിൽ പോകത്തില്ല എന്ന വിശ്വാസം കൊണ്ടുവന്നു. അങ്ങനെയാണ് ശിശുസ്നാനം അതിനുശേഷം ക്രൈസ്തവ സഭയിലേക്ക് കടന്നു വന്നത്. പക്ഷേ നാം അതിൽ നിന്നും മാറി നിൽക്കുന്നു. നാം ഈ വേദപുസ്തകത്തിന്റെ വിശ്വാസത്തെ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശിശുസ്നാനം നൽകാത്തത്. അവര് പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമല്ല, പാപമോചനത്തിനോട് അവര് കൊടുക്കുന്നത്. അതെ പാപമോചനത്തിന് മാമോദീസ. അതെ, പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമൊന്നും ഞങ്ങൾ ഏറ്റുപറയുന്നു എന്ന് അവർ തന്നെ. പക്ഷെ അപ്പൊ ഈ മാമോദീസ കഴിഞ്ഞ കുഞ്ഞുങ്ങളോ? അതാ, മാമോദീസ കഴിഞ്ഞ കുഞ്ഞുങ്ങൾ അവർ ഈ പാപത്തിൽ നിന്ന് മോചിതരാണ്. അതിന് അവർ മാമോദീസ മുക്കുന്നേ പാപമോചനത്തിന് വേണ്ടിയാ. മുക്കിയാലും മുക്കിയില്ലേലും അവർക്ക് മാമോദീസ മുക്കുന്ന കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിനല്ലല്ലോ. അല്ല. അതിൽ കുഞ്ഞുങ്ങൾക്ക് ഒരു പങ്കുമില്ല. ഓക്കെ. അതാ പറഞ്ഞത്, ഏത് ജാതി മതത്തിൽപ്പെട്ട ശിശുക്കളായാലും കർത്താവ് അവരെ കൈക്കൊള്ളുന്നു. നമ്മുടെ ഇടയിൽ ചിലരൊക്കെ അതിന് പകരമായിട്ട് സമർപ്പണമൊക്കെ നടത്താറുള്ളത് ശിശുപ്രതിഷ്ഠ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ടാ. നമ്മുടെ ഇടയിലും എങ്ങനോ ഒരു വാലിങ്ങനെ കിടപ്പുണ്ട്. അതുകൊണ്ട് ചിലർ പറയാറുണ്ട് ശിശുപ്രതിഷ്ഠ കുഞ്ഞിനിങ്ങനെ കരച്ചിലും കുഞ്ഞ് അസുഖമൊക്കെ ആകണമെങ്കിൽ ചിലർ ചോദിക്കാറുണ്ട് കുഞ്ഞിനെ പ്രതിഷ്ഠിച്ചതല്ലേ എന്ന്. അയ്യോ അല്ല, അതുകൊണ്ടാ എളുപ്പം പോയി പ്രതിഷ്ഠിക്കാൻ. പിന്നെ പെട്ടെന്ന് തന്നെ ഒരു പ്രതിഷ്ഠാ ശുശ്രൂഷയൊക്കെ അങ്ങ് ക്രമീകരിക്കും. അതൊക്കെ ഈ തെറ്റായ ഉപദേശത്തിന്റെ ഒരു വാങ്ങലാണ്. ചെയ്യല്ലോ പക്ഷേ പ്രതിഷ്ഠ അത് ശരിയല്ലല്ലോ. അത് എല്ലാവരും ചെയ്യുന്നതാണല്ലോ. എല്ലാവരും ചെയ്യുന്നതാണല്ലോ പ്രതിഷ്ഠ, കൊച്ചിനെ പ്രതിഷ്ഠ ചെയ്യുന്നത്. അത് ശരിയല്ലല്ലോ, തെറ്റല്ലേ? ശിശുപ്രതിഷ്ഠ എന്നൊരു സംഗതി ഇപ്പം ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി ഒരു ഊണൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുത്തു. കുഞ്ഞിന് വേണ്ടി സഭക്കാരെല്ലാം കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ പ്രാർത്ഥിച്ചു, അതിലൊന്നും തെറ്റില്ല. പക്ഷെ ഈ നിലകളിൽ ശിശുപ്രതിഷ്ഠ അനിവാര്യമാണ്, അത് നടത്തിയില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ദോഷമാണ്, നടത്തിയാൽ എന്തോ പ്രത്യേക അനുഗ്രഹമുണ്ട് എന്നൊക്കെയുള്ള നിലകളിലേക്ക് വരുമ്പോൾ അത് തെറ്റോ പാപമോ ആയിട്ട് വരുന്നു. ആവശ്യമില്ലാത്തതാണ്. സ്തോത്രം. എങ്കിൽ നമുക്ക് ഇന്നിവിടെ നിർത്താം. സമയം ഞാൻ കൂടുതൽ എടുത്തു, സോറി. വരുവാനുള്ള ദൈവക്രോധത്തിൽ നിന്നും നമ്മെ വിടിവിപ്പാൻ നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് വരികയും നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. നമ്മെ ആദാമ്യ പാപത്തിൽ നിന്നും വിമോചിപ്പിച്ചു. അതിൻ്റെ ശിക്ഷയെല്ലാം ഈ കർത്താവ് ഏറ്റെടുത്തു. നമുക്ക് തന്ന മോചനത്തിനായി ദൈവത്തിന് സ്തോത്രം. സത്യത്തെ മനസ്സിലാക്കി ന്യായവിധിയിൽ നിന്നും ഒഴിവുള്ളവരായി, ദൈവക്രോധത്തിൽ നിന്നും രക്ഷപ്പെട്ടവരായി, രക്ഷിക്കപ്പെട്ടവരായി മുൻപോട്ട് ജീവിപ്പാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.